നമ്മൾ കേരളത്തിലേക്ക് വരികയാണ്. കേരളത്തിന്റെ ആവേശം എത്രത്തോളം എന്ന് നമ്മുടെ പ്രതിനിധികൾ തന്നെ നമുക്ക് തത്സമയ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരം മാരാർജി ഭവനിൽ നിന്ന് MK വിനോദ് ചേരുകയാണ്. വിനോദ്, കേരളം വലിയ ശുഭപ്രതീക്ഷയിലും ആഹ്ലാദത്തിലും തന്നെയാണ്. വൈകിട്ട് നരേന്ദ്രഭാരതം മൂന്നാം തവണയും അധികാരത്തിലേറുമ്പോൾ കേരളത്തിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടാകും, ദക്ഷിണ ഭാരതത്തിൽ നിന്ന് പ്രതിനിധികൾ ഉണ്ടാകും. അതോടൊപ്പം സംഘപ്രവർത്തകരൊക്കെ തന്നെ വലിയ ആവേശത്തിൽ തന്നെയാണ്. മാരാർജി ഭവനിൽ നിന്നുള്ള കാഴ്ചകൾ എപ്രകാരമാണ്? തീർച്ചയായും രോഹിണി, നമുക്കറിയാം സംസ്ഥാനത്ത് നിന്ന് ആദ്യമായാണ് താമര ചിഹ്നത്തിൽ ഒരാൾ ലോക്സഭയിലേക്ക് വിജയിച്ച് കയറുന്നത്. അതിൻ്റേതായ ആഹ്ലാദം തലസ്ഥാന ജില്ലയിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ ഒട്ടാകെയുണ്ട്. തലസ്ഥാന ജില്ലയിലും അത് ഏറെയാണ്. കാരണം സംസ്ഥാന കാര്യാലയം എന്നുള്ള നിലയിൽ അതിൻ്റെ ഒരു ആഘോഷം വൈകിട്ടുണ്ടാകും. മറ്റൊരു പ്രധാന കാര്യം, ആരും തന്നെ സംസ്ഥാന നേതാക്കൾ എല്ലാവരും ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ഭാരവാഹികളും അതേപോലെ തന്നെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെല്ലാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. അതുകൊണ്ട് മാരാർജി ഭവനിൽ സാധാരണ പ്രവർത്തകരും കോർപ്പറേഷനിലെ കൗൺസിലർമാർ അടക്കമുള്ള ആളുകൾ ഒക്കെ തന്നെയാണ് വൈകിട്ട് ഇങ്ങോട്ടേക്ക് എത്തുക. മറ്റൊരു കാര്യം, എല്ലാ വാർഡ് തലങ്ങളിലും, എല്ലാ കോർപ്പറേഷൻ വാർഡുകളിലും, എല്ലാ പഞ്ചായത്ത് ഏരിയ കമ്മിറ്റികളിലും ഒക്കെ വെവ്വേറെ ആഘോഷങ്ങൾ നടത്തണമെന്നുള്ളതാണ് പാർട്ടി നിർദ്ദേശം. അവിടെയെല്ലാം മധുര വിതരണവും ഒക്കെ തന്നെ ഉണ്ടാകും. എങ്കിൽ പോലും തിരുവനന്തപുരത്തിന് എടുത്തു പറയാനുള്ളത് സുരേഷ് ഗോപി. അദ്ദേഹം തിരുവനന്തപുരത്താണിപ്പോൾ താമസം. തൃശ്ശൂരിൻ്റെ ജനപ്രതിനിധിയായി വന്നെങ്കിലും അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസം. തിരുവനന്തപുരത്ത് അദ്ദേഹം ശാസ്തമംഗലത്താണ് താമസിക്കുന്നത്. ശാസ്തമംഗലം കോർപ്പറേഷൻ വാർഡാണ്. ആ വാർഡിൽ വിജയിച്ചിട്ടുള്ളത് BJP ആണ്. അവിടുത്തെ കൗൺസിലറായിട്ടുള്ള, അതായത് സുരേഷ് ഗോപിയുടെ കൂടി കൗൺസിലറായിട്ടുള്ള ശ്രീ മധുസൂദനൻ നായർ ഇപ്പോൾ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും അങ്ങയുടെ വാർഡിലെ ഒരു വോട്ടറാണ് സുരേഷ് ഗോപി. സുരേഷ് ഗോപി ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി പോയിരിക്കുന്നു. ഏതാണ് കേന്ദ്രമന്ത്രി പദവി, ഏതാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിൽ പോലും വാർഡിലുള്ള ഒരാൾ, അതായത് സുരേഷ് ഗോപി, നാടറിയുന്ന തൃശ്ശൂരുകാരുടെ സ്വന്തമായി മാറിയ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആകുന്നതിൽ എത്രമാത്രം ആഹ്ലാദമുണ്ട് ആ കോർപ്പറേഷനിലെ കൗൺസിലർ എന്നുള്ള നിലയിൽ? അതിൽ അദ്ദേഹം സുരേഷ് ഗോപി സാറ് മന്ത്രിയാകുന്നതിൽ, കേന്ദ്രമന്ത്രിയാകുന്നതിൽ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആഹ്ലാദവും സന്തോഷവും ഒക്കെയാണ്. കാരണം നന്മയുടെയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥതയുടെയും ഒരു പര്യായമാണ് ശ്രീ സുരേഷ് ഗോപി എന്നുള്ളതാണ് നമുക്ക് ഈ ഇലക്ഷനിൻ്റെ വിജയത്തിലൂടെ കാണാൻ വേണ്ടി സാധിച്ചു. മാത്രമല്ല, ഞാൻ 2015 ആദ്യമായിട്ട് കൗൺസിലറാവാനായിട്ട് എന്നെ പാർട്ടിയുടെയും സംഘത്തിൻ്റെയും ആൾക്കാരും എന്നെ സമീപിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിലെ ഒരു വെള്ളപ്പൊക്ക സമയത്ത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസിന് മുകളിൽ നിന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യം പറയുകയും അദ്ദേഹം പറഞ്ഞു, അത് ഒരു കാരണവശാലും പിൻവാങ്ങരുത്, സ്ഥാനാർത്ഥിയാകണമെന്ന് എനിക്കൊരു പ്രചോദനം നൽകിയ ഒരു വ്യക്തി കൂടെയാണ് ശ്രീ സുരേഷ് ഗോപി സാർ. അതുമാത്രമല്ല, ആ വാർഡിൽ പാവപ്പെട്ട ഒരു കുടുംബത്തിനെയോ തലചായ്ക്കാൻ ഇടമില്ലാതിരുന്ന ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് 4-4.5 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വയ്ക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അന്ന് ധനസഹായം 2015-16 കാലഘട്ടത്തിൽ നൽകിയിരുന്നു. മാത്രമല്ല, തിരുവനന്തപുരത്ത് ശാസ്തമംഗലം വാർഡിൽ, അനന്തപുരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡായ ശാസ്തമംഗലം വാർഡിൽ സ്ഥാനാർത്ഥിയായപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വോട്ടും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ വോട്ടും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധമുള്ള ആൾക്കാരുടെ വോട്ടെല്ലാം എനിക്ക് കിട്ടുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹം എന്നെ സഹായിച്ചിട്ടുണ്ടെന്നുള്ളൊരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ഞാൻ ആദ്യം സൂചിപ്പിച്ച നന്മയുടെയും അതോടൊപ്പം തന്നെ ആത്മാർത്ഥത്തിനും പ്രത്യേകം ഒന്ന് പറയാൻ കാരണം, നിരവധി കാരണപ്രദം അദ്ദേഹം അധ്വാനിച്ചുണ്ടാക്കുന്ന സാമ്പത്തിക സ്രോതസ്സിൽ നിന്നും നിരവധി പാവപ്പെട്ട ജനുവിനായിട്ടുള്ള ആൾക്കാർക്ക് അദ്ദേഹം സാമ്പത്തികമായ സഹായങ്ങളും മറ്റു രീതിയിലും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. സിനിമാ മേഖലയിൽ ഇത്തരത്തിലുള്ള ആൾക്കാരുണ്ടോ എന്നുള്ളത് എൻ്റെ സംശയമാണ്. മറ്റൊന്ന്, തിരുവനന്തപുരത്ത് അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന അവസരത്തിൽ തിരുവനന്തപുരത്ത് തന്നെ 3 പോസ്റ്റ് ഓഫീസുകൾ, ഒന്ന് പൂജപ്പുര, അതോടൊപ്പം തന്നെ കരമന, നമ്മുടെ വാർഡായ ശാസ്തമംഗലം വാർഡിലൊക്കെ തന്നെ 3 പോസ്റ്റ് ഓഫീസിൻ്റെ മന്ദിരങ്ങൾ, അതിൽ പ്രത്യേകിച്ച് ശാസ്തമംഗലം വാർഡിൽ ഒരു 4 ബഹുനില മന്ദിരം സമുച്ചയം തന്നെ നിർമ്മിക്കുന്നതിന് വേണ്ടി ഏകദേശം 6.5 കോടിയോളം രൂപ അദ്ദേഹം ആ ബിൽഡിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് കണ്ടെത്തി നൽകിയിട്ടുണ്ട്. രാജ്യസഭ MP ആയിരിക്കുന്ന കാലം അതിൻ്റെ പണി ഇപ്പം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, അവിടെ വലിയൊരു വെള്ളക്കെട്ട് പ്രദേശത്ത് വർഷങ്ങളായിട്ട് വെള്ളം കയറി കുടുംബങ്ങൾ അവിടെ നിന്ന് പലായനം ചെയ്യുന്ന അവസരം ആ കാലഘട്ടം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ 35 ലക്ഷത്തോളം രൂപ നൽകി ആ വെള്ളക്കെട്ടത്തിന് സമ്പൂർണ്ണമായും അതിൻ്റെ വെള്ളക്കെട്ടിൽ നിന്നും ശാശ്വതമായ പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള സഹായം അദ്ദേഹം ചെയ്യണം. അപ്പോൾ ആ നാടിൻ്റെ ആവശ്യം എന്താണ് എന്ന് കണ്ടറിഞ്ഞ് കൃത്യമായി ചെയ്യുന്ന ഒരു ജനസേവകനാണ്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട കഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് അറിഞ്ഞ് കഷ്ടപ്പെട്ട് അത് കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകുന്ന ഒരു മഹത് വ്യക്തിത്വം കൂടെയാണ് ശ്രീ സുരേഷ് ഗോപി എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അദ്ദേഹം രാജ്യസഭ അംഗമായിരുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ തൃശ്ശൂരിൽ കേരളത്തിലെ വീരപുത്രനായിട്ട് തന്നെ ലോകസഭയിലേക്ക് സ്ഥാനാർത്ഥിയായി മത്സരിച്ചു, വിജയം കണ്ടെത്തി. അദ്ദേഹത്തിൻ്റെ ആ വിജയം
എല്ലാ ജനങ്ങളുടെയും കേരളത്തിലെ മൊത്തം ജനങ്ങളുടെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം കേന്ദ്രമന്ത്രി പദത്തിൽ എത്തും, ഏതാനും നിമിഷങ്ങൾക്ക് എത്തും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അദ്ദേഹത്തിൻ്റെ ആ ഒരു മന്ത്രി പദവി കേരളത്തിന് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി പ്രവർത്തനങ്ങൾ കേരളത്തിൽ കാഴ്ചവെക്കും. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നുള്ളതാണ് എനിക്ക് എടുത്തു പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അതാണ് രോഹിണി, ഇത് കൗൺസിലർ ആയതുകൊണ്ട് മാത്രമല്ല, സാധാരണക്കാർ ആരോട് ചോദിച്ചാലും സുരേഷ് ഗോപി ചെയ്ത നന്മകൾ മാത്രമേ പറയാൻ ഉള്ളൂ. ഇപ്പോൾ ഇദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ തന്നെ പാവപ്പെട്ട ഒരാൾക്ക് വീട് വെച്ച് കൊടുക്കാനുണ്ട് അദ്ദേഹം നടത്തിയ സഹായം, അതേപോലെ തന്നെ വെള്ളക്കെട്ട് വന്നപ്പോൾ അതിനുള്ള സഹായം, നാട്ടിലുള്ള പോസ്റ്റ് ഓഫീസുകൾ പണിയാൻ വേണ്ടി രാജ്യസഭ MP ആയിരുന്നപ്പോൾ നൽകിയ സഹായങ്ങൾ, ഇനിയൊരു കേന്ദ്രമന്ത്രി കൂടിയായാൽ ഈ കേരളമൊട്ടാകെ ഇത്തരത്തിലുള്ള നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം വഹിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാരാർജി ഭവനിൽ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ കാണാൻ വലിയ LED വാളുകൾ ഒക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. വൈകിട്ട് ഇവിടെ പ്രവർത്തകരൊക്കെ എത്തിച്ചേരും. ആ പ്രവർത്തകർ എത്തിച്ചേരുന്ന സമയത്ത് അത്തരത്തിലുള്ള ആഹ്ലാദവും മധുര വിതരണവും ഒക്കെ തന്നെ ഉണ്ടാകും. ഒരു കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എല്ലാവരും പറയുന്നത് സുരേഷ് ഗോപി ഭയങ്കര ചൂടനാണ്, അദ്ദേഹത്തോട് സൂക്ഷിച്ച് വേണം സംസാരിക്കാൻ എന്നൊക്കെ പറയാറുണ്ട്. എങ്ങനെയാണ് അങ്ങയുടെ ഒരു അനുഭവം? അത് അദ്ദേഹത്തെ കൂടുതൽ അടുത്ത് അറിയാത്തതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയുന്നത്. അദ്ദേഹം ഒരു പെട്ടെന്ന് പ്രതികരണ ശേഷിയുള്ള, കാരണം കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു ഇത്. അങ്ങനെയൊന്നും അല്ല. അദ്ദേഹം ഞാൻ ആദ്യം പറഞ്ഞ അത് തന്നെ ഇപ്പോഴും പറഞ്ഞു, അദ്ദേഹം നന്മയുള്ള ഒരു സംശുദ്ധമായ ഒരു ജീവിതം നയിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് യാതൊരു സംശയമില്ല. അതാണ് രോഹിണി, അത്തരത്തിൽ എല്ലാ കാരുണ്യത്തിൻ്റെയും നിറകുടം തന്നെയാണ് സുരേഷ് ഗോപി. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സത്യപ്രതിജ്ഞ നടക്കട്ടെ, അതിൽ എല്ലാവരും ആഹ്ലാദിക്കുന്നു എന്നുള്ള കാര്യം തന്നെയാണ് കൗൺസിലറും പറയുന്നത്. അതെ, വിനോദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ സ്ക്രീനൊക്കെ തയ്യാറായി കഴിഞ്ഞു സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കുന്നതിന്. എന്തായാലും അവിടുത്തെ ആവേശമൊക്കെ നമുക്ക് വരും മണിക്കൂറുകളിൽ ഒപ്പിയെടുക്കാം. കോഴിക്കോട് നിന്ന് ഗോകുൽ K വേണുഗോപാലും ചേരുകയാണ്. ഗോകുൽ, അവിടെ നിന്നുള്ള വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? കഴിഞ്ഞ 2 തവണ അധികാരത്തിൽ വരുന്ന സമയത്തും കേരളത്തിലെ BJP പ്രവർത്തകർക്ക് ആഘോഷിക്കാൻ വകയില്ലാതിരുന്ന, അല്ലെങ്കിൽ അവർ സങ്കടപ്പെട്ടിരുന്ന ഒരു പോയിന്റ് ഉണ്ട്, ഒരു കാര്യമുണ്ട്. അത് കേരളത്തിൽ നിന്ന് BJPക്ക് ഒരു MP ഇല്ല, ഒരു പ്രതിനിധി ഇല്ല എന്നുള്ളതാണ്. അത് മാറ്റം വരുത്തിക്കൊണ്ട് സുരേഷ് ഗോപി നേടിയ വിജയം 75,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ തൃശ്ശൂരിൽ നേടിയ വിജയം കേരളത്തിലെ BJP പ്രവർത്തകർ ഒന്നടങ്കം ആഘോഷിക്കുകയാണ്. അത്തരത്തിലുള്ള ആഘോഷ പരിപാടികളൊക്കെ കോഴിക്കോട് ജില്ലയിലെ വടക്കേ മലബാറിലെ എല്ലാ കേന്ദ്രങ്ങളിലും രാവിലെ മുതലേ തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ബൂത്തുകളിലും പായസ വിതരണം ഉൾപ്പെടെ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുകൊണ്ടാണ് അവർ ആഘോഷ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് വൈകിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ LCD ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് പ്രദർശിപ്പിച്ചുകൊണ്ടായിരിക്കും എല്ലാവരും ഒരുമിച്ച് കൂടിയായിരിക്കും ഇത്തരത്തിൽ സത്യപ്രതിജ്ഞാ ചടങ്ങ് കാണുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലം NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള MT രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ നിന്ന് ഡൽഹിയിലേക്ക് സത്യപ്രതിജ്ഞാ ചടങ്ങ് നേരിട്ട് വീക്ഷിക്കാനായിട്ട് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. നേരത്തെ നമ്മൾ തെരഞ്ഞെടുപ്പ് സമയത്ത് MT രമേശിനോട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തിരഞ്ഞെടുപ്പ് അവലോകനത്തെ പറ്റി ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം രഹസ്യമായി പറയാറുണ്ടായിരുന്നു, ഇത്തവണ ഞങ്ങൾ എന്തായാലും ആഘോഷിക്കും. ആ രീതിയിലുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹം നടത്തിയത്. അത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയായിരുന്നു അദ്ദേഹം പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന്റെ തലേ ദിവസം കൂടി അദ്ദേഹം പറഞ്ഞു, ഇത്തവണ എന്തായാലും ഞങ്ങൾ ആഘോഷിക്കും. കേരളത്തിലെ BJP പ്രവർത്തകർ കേരളത്തിലെ വിജയത്തിൽ ആഘോഷിക്കാനുള്ള വകയുണ്ടാകുമെന്ന ആത്മവിശ്വാസം അദ്ദേഹം പ്രകടിപ്പിക്കുകയുണ്ടായി. അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മലബാറിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ വിലയിരുത്തുന്ന സമയത്ത് തന്നെയായാലും ഈ മേഖലയിൽ BJP വലിയ നേട്ടം ഉണ്ടാക്കിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. തൃശ്ശൂരിൽ BJP വിജയിച്ചു എന്നത് മാത്രമല്ല, ഈ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, പൊന്നാനി മണ്ഡലങ്ങളിൽ വലിയ രീതിയിലുള്ള വിജയമാണ് BJPക്ക്. വിജയം എന്ന് പറയുന്നാൽ വോട്ടിന്റെ ഗണ്യമായി വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ നേട്ടം ഉണ്ടാക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ വർഷം ഈ 6 ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്നായി ഏകദേശം 7,45,000-ഓളം വോട്ട് നേടിയ BJP ഇത്തവണ 9,80,000-ലധികം, ഏതാണ്ട് 10 ലക്ഷത്തോടടുത്ത് വോട്ട് ഈ കേന്ദ്രങ്ങളിൽ നിന്ന് നേടിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അത് ഇവിടെയുള്ള BJP പ്രവർത്തകർ ആത്മവിശ്വാസം നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ഈ BJP പ്രവർത്തകരുമായിട്ട് ആഘോഷ പരിപാടികളെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്നു, തൃശ്ശൂർ ജയിച്ചു എന്നുള്ളത് മാത്രമല്ല, ഞങ്ങൾ ഈ മേഖലകളിലൊക്കെ വളരെ വലിയ രീതിയിലുള്ള വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ നേട്ടമായിട്ട് തന്നെയാണ് കരുതുന്നത്. വരും തെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാനുള്ള ഒരു സാഹചര്യം അടിത്തറ പാകിയെടുക്കാൻ ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ സാധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം അവർ പറയുന്നുണ്ട്. ചില വസ്തുതകളും കണക്കുകളും എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അത് ശരിയാണ് താനും. കാരണം കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലൊക്കെ ഏകദേശം 50,000-ഓളം വോട്ടിന്റെ വർധനമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് കൂടുതലായിട്ട് ഇത്തവണ ഉണ്ടാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ 1,72,000 വോട്ട് കിട്ടിയത് ഇപ്രാവശ്യം 2,20,000
20-25,000 മുകളിലേക്കൊക്കെ എത്തിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിലേക്കൊക്കെ നുഴഞ്ഞു കയറാനും അല്ലെങ്കിൽ അവിടെയുള്ള വോട്ടിൽ വിള്ളൽ വീഴ്ത്താനും CPM-ന്റെ വോട്ടുകൾ തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കാനൊക്കെ BJPക്ക് സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിലാവട്ടെ, കണ്ണൂരിൽ 60,000-ഓളം വോട്ടുകൾ വർദ്ധിപ്പിച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതിനെക്കാട്ടും ഇരട്ടി വോട്ട് അവിടെ വർദ്ധിപ്പിച്ചു. ഇവിടെ കോഴിക്കോട് ജില്ലയിലാണെങ്കിൽ എളമരം കരീമിന്റെ ബൂത്തിൽ BJP ഒന്നാം സ്ഥാനത്ത് വന്നു. ആ രീതിയിൽ എല്ലാ തരത്തിലും സന്തോഷിക്കാൻ വക നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് ഇത്തവണ NDAക്ക് BJP കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പ്രധാനപ്പെട്ട കാര്യം. തൃശ്ശൂരിൽ വിജയിച്ചു. അതിനോടൊപ്പം തന്നെ എല്ലാ മണ്ഡലങ്ങളിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരത്തൊക്കെ വലിയ പോരാട്ടങ്ങൾ നടത്തുന്ന സമയത്തും മലബാറിലേക്ക് CPM-ന്റെ ശക്തി കേന്ദ്രമായ മലബാറിലൊക്കെ വലിയ രീതിയിലുള്ള വോട്ട് വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആഘോഷ പരിപാടിയിൽ അവർ അതുകൂടി പറയുന്നുണ്ട്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ മൂന്നാമതൊരു സർക്കാർ അധികാരത്തിലേക്ക് വരുന്നു, വലിയ സന്തോഷം. അതിനൊപ്പം കേരളത്തിൽ നിന്ന് ചരിത്രത്തിലാദ്യമായി BJPക്ക് ഒരു MP ഉണ്ടാകുന്നു, വലിയ സന്തോഷം. മറ്റ് രണ്ട് മുന്നണികളും വോട്ട് വിഹിതത്തിൽ വോട്ടിംഗ് ശതമാനത്തിൽ കുറവ് വരുത്തിയ സമയത്ത് 3% വോട്ട് വർദ്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ശക്തിയായി മാറാൻ BJPക്ക് സാധിച്ചു എന്നൊരു തെരഞ്ഞെടുപ്പാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു വിലയിരുത്തലാണ് ഇത്തവണ കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് സാധാരണപ്പെട്ട അണികൾ പോലും അല്ലെങ്കിൽ സാധാരണപ്പെട്ട പ്രവർത്തകർ പോലും പറയുന്നു. മുൻവർഷങ്ങളിലൊക്കെ BJPയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങൾ സജീവമായി അല്ലായിരുന്നുവെങ്കിൽ ഇത്തവണ അതിന് വിപരീതമായിട്ട് ബൂത്ത് തല പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. വോട്ട് കൂട്ടിച്ചേർക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ BJP പ്രവർത്തകരുടെ ആഘോഷങ്ങൾ ബൂത്ത് കേന്ദ്രീകരിച്ചാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. അതിനൊപ്പം തന്നെ ജില്ലാ കേന്ദ്രത്തിന്റെ ആഘോഷം, ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷം വൈകിട്ട് 6:30 കൂടിയിട്ട് ഇവിടെ ബീച്ചിലായിരിക്കും നടക്കുക. അതിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുമെന്നാണ് BJPയുടെ ജില്ലാ നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഡൽഹിയിൽ മോദിയുടെ സത്യപ്രതിജ്ഞ നേരിട്ട് കാണാൻ വേണ്ടി പോയിരിക്കുകയാണ്. കാരണം കേരളത്തിൽ നിന്നൊരു മന്ത്രി ഉണ്ടാകുമെന്നൊരു സൂചന നേരത്തെ തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPയുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ അത് നേരിട്ട് കാണാനും ആ അഭിമാനത്തിന്റെ അത്തരത്തിലൊരു സംഭവം നേരിട്ട് വീക്ഷിക്കാനുമുള്ള ഒരു അസുലഭ മുഹൂർത്തം എന്നുള്ള രീതിയിൽ BJPയുടെ നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. അതേസമയം തന്നെ BJPയുടെ സാധാരണക്കാരായ പ്രവർത്തകർക്ക് ഈ വിജയം ആഘോഷിക്കാനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവരുടെ ഏർപ്പാടാക്കി വെച്ചിട്ടാണ് പോയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞ പോലെ കൂട്ടം കൂടി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് ഒരുമിച്ച് കാണാനുള്ള സ്ക്രീനുകൾ തയ്യാറായി കഴിഞ്ഞു. ആഘോഷ പരിപാടികളൊക്കെ നടത്താനുള്ള സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സത്യപ്രതിജ്ഞാ വേളയിലുള്ള ആവേശമൊക്കെ നമുക്ക് തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. എന്തായാലും തൃശ്ശൂർ വില്ലടത്തിൽ നിന്ന് കിരൺ കുമാർ കൂടി ചേരുകയാണ്. കിരൺ, എന്തായാലും തൃശ്ശൂർ ഇത്തവണ എടുക്കുകയുണ്ടായി. അതുകൊണ്ട് തന്നെ തൃശ്ശൂറുകാരുടെ ആവേശം ഉച്ചകോടിയിൽ തന്നെയാണ്. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുമ്പോൾ അതേതറ്റം വരെ പോകുമെന്നുള്ളത് തത്സമയ ദൃശ്യങ്ങളിൽ നിന്ന് മാത്രമേ വ്യക്തമാകുകയുള്ളൂ. അവിടെ തൃശ്ശൂരിൽ എന്താണ് ഏറ്റവും പുതിയ വിശേഷം? പ്രവർത്തകരെല്ലാവരും വലിയ ആവേശത്തിൽ തന്നെയാണോ വൈകുന്നേരത്തെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തുന്ന സത്യപ്രതിജ്ഞ വീക്ഷിക്കാൻ? ഒപ്പം കേരളത്തിൽ സുരേഷ് ഗോപി ഏത് സ്ഥാനം വഹിക്കുമെന്നുള്ളത് അറിയാൻ, മറ്റ് BJP നേതാക്കൾക്കൊക്കെ ഏതൊക്കെ പദവികളായിരിക്കുമെന്നുള്ളത് അറിയാൻ തൃശ്ശൂർ എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? രോഹിണി, മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഇരട്ടി മധുരമാണ്. BJP കേരളത്തിൽ നിന്ന് അക്കൗണ്ട് തുറന്നത് തൃശ്ശൂരിൽ നിന്നാണ് എന്നത് തന്നെ തൃശ്ശൂരുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലൊരു ആഹ്ലാദത്തിന് ഇടവന്ന സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ, അതായത് ഈ റിസൾട്ട് വന്നതിന് ശേഷം വലിയൊരു ആവേശത്തിൽ തന്നെയാണ് തൃശ്ശൂരിലെ BJP പ്രവർത്തകർ. ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞാ ചടങ്ങുകളിലേക്ക് കൂടി എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് തൃശ്ശൂരിലെ ഓരോ വീടുകളിലും കയറിയിറങ്ങി BJP പ്രവർത്തകർ നന്ദി പറയുകയും ഒപ്പം മധുര വിതരണം നടത്തുന്ന അടക്കമുള്ള കാര്യങ്ങളായിട്ട് പുരോഗമിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ വില്ലടം എന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഇപ്പോൾ BJP പ്രവർത്തകർ ഓരോ സ്ഥലങ്ങളിലും ഓരോ ബൂത്തുകളിലും ഓരോ ഏരിയയൊക്കെ തിരിച്ചുകൊണ്ട് തന്നെ പ്രവർത്തകരെല്ലാം വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട്, അതായത് ഓരോ വീടുകളും കഴിഞ്ഞ ഏതാനും മാസങ്ങളായിട്ട് ഏതൊക്കെ വീടുകളിൽ ചെന്നാണോ വോട്ട് തേടിയിരുന്നത് ആ വീടുകളെല്ലാം തന്നെ വീണ്ടും BJP പ്രവർത്തകരെത്തുകയാണ്. അടുത്ത 5 വർഷത്തേക്കുള്ള പിന്തുണ ആവശ്യപ്പെടുന്നു. ഒപ്പം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തതിലുള്ള നന്ദിയും ഈ വിജയത്തിൻ്റെ മധുര വിതരണവും അടക്കമുള്ള കാര്യങ്ങളാണ് ഏതായാലും നടക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ വീടുകളിലേക്ക് എത്തിയിരിക്കുകയാണ് BJP പ്രവർത്തകരെല്ലാം തന്നെ കൂട്ടമായി ആവേശത്തോടു കൂടി തന്നെ എത്തി വോട്ടർമാരോട് നന്ദി പറയുന്ന കാഴ്ചയാണ് ഏതായാലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ആവേശത്തിൻ്റെ വക്കിൽ തന്നെയാണ് തൃശ്ശൂരുള്ളത്. ഇനി ഉള്ള മണിക്കൂറുകളിലെല്ലാം തന്നെ പല പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോക്സഭാ മണ്ഡലത്തിൻ്റെ പല കേന്ദ്രങ്ങളിലെല്ലാം തന്നെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് അത് ലൈവ് കാണാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ? BJP പ്രവർത്തകരെല്ലാം തന്നെ ഒരുമിച്ച് കൂടി ഈ പരിപാടിയിൽ
ും ഒപ്പം വിജയാഹ്ലാദം നടത്തുന്നതിനും വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലെ പല സ്ഥലങ്ങളിലും ഏതായാലും തയ്യാറാക്കിയിട്ടുള്ളത്. ഒപ്പം ജില്ലാ കമ്മിറ്റി ഓഫീസിലും ആഹ്ലാദ പരിപാടികളുണ്ട്. നേരത്തെ റിസൾട്ട് വരുന്ന സമയത്തൊക്കെ എല്ലാം കണ്ടിരുന്നതാണ് അത്തരത്തിലുള്ള ആഹ്ലാദ പരിപാടികളെല്ലാം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ പല ജില്ലാ നേതാക്കൾ ആരും തന്നെ സ്ഥലത്തില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. കാര്യം കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങ് കാണുന്നതിന് വേണ്ടി തൃശ്ശൂരിൻ്റെ വിജയശില്പികളായിട്ട് അണിയറയിൽ പ്രവർത്തിച്ചിട്ടുള്ള പ്രവർത്തകരിൽ പലരും ഇന്ന് ഡൽഹിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും പ്രവർത്തകരുടെ ഒരു ആവേശം തന്നെ ചോദിക്കാം. എങ്ങനെയാണ് ചേട്ടാ നിങ്ങളുടെ ഒരു ഇപ്പോഴുള്ള പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്താണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിൽ നിന്ന് മാത്രമല്ല ഞങ്ങളുടെ മലയാളി ജനങ്ങൾക്ക് കൂടെ, അത് അന്യ രാജ്യങ്ങളിൽ നിൽക്കുന്നവർ ഇന്ന് സന്തോഷം പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ചിരകാല അഭിലാഷം എന്ന് തന്നെ പറയാം, ഇവിടെ ഒരു MP വേണമെന്ന്. അതുപോലെ ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു MLA ആഗ്രഹിച്ചു വന്നു. അത് സുരേഷ് ഗോപിയോട് കൂടെ പറ്റിയില്ല. MP ആവാൻ നോക്കി, അത് പറ്റില്ല. ഈ പ്രാവശ്യം MP അല്ല, മന്ത്രിയാണ് അദ്ദേഹം ആവാൻ പോണത്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, ഇപ്പോൾ ഞങ്ങൾ എല്ലാ വീടുകളിലും കയറുമ്പോൾ പല വീടുകളിൽ നിന്നും കിട്ടി ഞങ്ങൾക്ക് അറിയാമെന്നറിയോ, ഞങ്ങൾ അവരോട് ചോദിച്ചപ്പോൾ ഇതുപോലെ നിങ്ങളെപ്പോലെ വേറെ ചാനലുകാർ വന്നപ്പോൾ അവരോട് ചോദിച്ച ചോദ്യത്തിൽ അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ അർഹതപ്പെട്ട ആളുകളെയാണ് ഈ പ്രാവശ്യം ജയിപ്പിച്ചത് എന്നാണ് സുരേഷ് ഗോപിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇപ്പോൾ ഒരു വീട് പോലും വിടാതെ, ഒരു BJP കാരുടെ വീടാണോ, മാർക്സിസ്റ്റുകാരൻ്റെ ആണോ, LDF ആണോ, UDF ആണോ, മുസ്ലിമാണോ, ഹിന്ദു ആണോ, ഒന്നും ഞങ്ങൾ നോക്കാതെ എല്ലാ വീടുകളിലും കയറി ഞങ്ങൾ മധുരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ താങ്ക്സ് കാർഡ് ഞങ്ങൾ ഓരോ വീടുകളിലും ഞങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ വ്യക്തമായിട്ടറിയാം, ഇനിയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഇത്ര കാലം ജനങ്ങൾ മുഴുവൻ പറഞ്ഞിരുന്നത് ഇവിടുന്ന് ജയിച്ചു പോയ ഒരാളിനെ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നാണ്. പക്ഷേ സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം തോറ്റിട്ട് പോലും ഒരു ജയിച്ച MP കൂടുതൽ കാര്യങ്ങൾ തൃശ്ശൂർ ജില്ലയ്ക്ക് വേണ്ടി അദ്ദേഹം ചെയ്തു. അപ്പോൾ അതാണ് ഇവിടെ ഇന്നത്തെ ഈ ജനങ്ങളുടെ ഒരു ആവേശം. സത്യം പറഞ്ഞാൽ ഓരോ വീട്ടിലിരിക്കുന്ന അമ്മമാരാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇദ്ദേഹത്തിന് ഒരു MP ആക്കി വൻ ഭൂരിപക്ഷത്തോട്. നമുക്കറിയാം BJPക്കൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് ഇതുപോലൊരു ഇത് കിട്ടില്ല. പക്ഷെ വൻ ഭൂരിപക്ഷത്തോട് ഇവിടുത്തെ അമ്മാനം. അതോടൊപ്പം എടുത്തു പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ BJPയുടെ ജില്ലാ പ്രസിഡന്റ്. അദ്ദേഹത്തിൻ്റെ ചിട്ടയായ ഒരു പ്രവർത്തനം ഞങ്ങൾക്ക് തരുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ, ഇപ്പോൾ അഖിലേന്ത്യ തലത്തിൽ നിന്ന് സംസ്ഥാന തലത്തിൽ നിന്ന് കിട്ടുന്ന ആ നിർദ്ദേശങ്ങൾ ജില്ലാ പ്രസിഡന്റ് നമുക്ക് നല്ല രീതിയിലുള്ള എന്താ പറയുക, ഓരോ സ്റ്റെപ്പുകളും എങ്ങനെ ഓരോ കോണിവിടെ എങ്ങനെ കയറണമെന്നുള്ള സ്റ്റഡി ക്ലാസ്സുകൾ വെച്ച് നമുക്ക് തന്നുകൊണ്ട ഫലമായിട്ട് ഓരോ ബൂത്തുകളും ഇന്ന് ഭൂരിഭാഗം ബൂത്തുകളിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത് ND ആണ്, BJP ആണ്. അത് ആ ചിട്ട ഇന്ന് വരെ ഇത്രയും കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വോട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷേ ഈ പ്രാവശ്യം വളരെ വ്യക്തമായിട്ട് ഞങ്ങൾ പറഞ്ഞു, ജയിക്കാനായിട്ടാണ് ഞങ്ങൾ മത്സരിച്ചിരുന്നത്, ജയിക്കാൻ വേണ്ടി മാത്രം. ആ ഒരു ആത്മവിശ്വാസവും കാര്യങ്ങളാണ്. ഒപ്പം ഞങ്ങളുടെ സന്തോഷം വെച്ചാൽ സമൂഹത്തിൽ BJPക്കാർ മാത്രമല്ല എല്ലാവരും പറയും ഒരു നല്ലൊരു മനുഷ്യൻ. ആ ഒരു നല്ലൊരു മനുഷ്യനെ കിട്ടിയത് തന്നെയാണ് ഞങ്ങളുടെ മറ്റൊരു വിജയം. പിന്നെ അതിലൂടെ നമുക്കറിയാം കഴിഞ്ഞ പ്രാവശ്യം ആൾ തോറ്റിട്ട് പോലും കുറേ ഇപ്പോൾ ശക്തൻ മാർക്കറ്റിലായ ചെയ്ത്, അതുപോലെ കുറേ ഞാൻ പറയാതെ തന്നെ ഈ സമൂഹത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാവുന്ന വ്യക്തമായ സത്യമാണ്, ജയിച്ച് അദ്ദേഹം മന്ത്രിയായി വരുമ്പോൾ ഇപ്പോഴും ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുള്ളത്, നിങ്ങളൊരു 3 മാസത്തിനുള്ളിൽ നിങ്ങൾ നമ്മുടെ നാട്ടിൽ വേണ്ട വികസനങ്ങൾ എന്തൊക്കെയാണ്, ഏതെല്ലാം പാവങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നാട്ടിലുള്ള വികസനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ എഴുതി തയ്യാറാക്കി തരാനാണ് അദ്ദേഹം പറഞ്ഞിട്ട്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് വളരെയധികം പ്ലാനുകൾ വേറെയുണ്ട്. ഇപ്പോൾ നമുക്ക് തൃശ്ശൂർ അറിയാം, എവിടെ നോക്കിയാലും വെള്ളക്കെട്ട, അതിനെപ്പറ്റി ഒരു മാറ്റം വരും. അതുപോലെ തന്നെ ഇന്നും വീടില്ലാത്ത വളരെയധികം ജനങ്ങളുണ്ട്. അവർക്കെല്ലാം ഒരു ശാശ്വതമായിട്ട് നമുക്ക് ധൈര്യമായിട്ട് ഇരിക്കാം. അതുപോലെ നമുക്കറിയാം, ഞാൻ പറയാതെ തന്നെ അറിയാം, പെൻഷൻ ഇന്ന് ഭൂരിഭാഗം പേര് ഓരോ വയസ്സായി നമ്മൾ ഓരോ വീടുകളിൽ കയറുമ്പോൾ അവർക്കൊന്നും പെൻഷൻ പോലും ശരിയായ രീതിയിൽ കിട്ടാനില്ലാത്തൊരവസ്ഥ. ഇതിനെല്ലാം ഒരു വലിയൊരു മാറ്റം വരും. അത് കേരള ജനത ഇത് പ്രതീക്ഷിക്കുന്നത് കാരണം ഒരു നല്ലൊരു മാറ്റം ഈ ഇനി വരാൻ പോകുന്ന ഈ 5 വർഷം കൊണ്ട് ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഈ മഹത്തായി മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ട് ഇവിടെ കേരളം തന്നെ മാറി മറിയും. ഇപ്പോൾ നമ്മൾ വിചാരിക്കും, ഇപ്പോൾ പല രാഷ്ട്രീയക്കാരെ കുറ്റമല്ല, പല നേതാക്കളും ഇപ്പോൾ ഈവൻ തോറ്റ മുരളീധരൻ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഇവിടെ കോഴിമുട്ടയാണ് വിരിഞ്ഞത്. ഇവിടെ കോഴിമുട്ട അല്ല വിരിഞ്ഞതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. ഇവിടെ വിരിഞ്ഞത് താമര മുട്ട തന്നെയാണ്, അതാണ് പൂവായി മാറിയത്. അതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞു, വേറെ ഇവിടെ ഒരു നേതാവ് പറഞ്ഞു, ഇവിടെ ഇവർ അക്കൗണ്ട് എവിടെ തുറക്കും, പക്ഷേ അത് ചിലപ്പോൾ SBIയിലോ അല്ലെങ്കിൽ ഫെഡറൽ ബാങ്കിലോ ഒക്കെ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ
തൃശ്ശൂർ തന്നെ അക്കൗണ്ട് തുറന്നു. ഇത് ജനം തന്ന ഒരു അംഗീകാരമാണ്. അപ്പോൾ ഇവർ പറയുന്നതല്ല കാര്യമെന്ന് ജനം തെളിയിച്ചു. ഇവിടുത്തെ മാർക്സിസ്റ്റിൻ്റെയും കോൺഗ്രസിൻ്റെയും ആളുകൾ വരെ ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അവരോടൊക്കെ നല്ല സുരേഷ് ചേട്ടൻ്റെ വേണ്ടിയിട്ട് ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുന്നു. ഏതായാലും ഈ സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ നടന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ പ്രാതിനിധ്യം തന്നെയായിരുന്നു. സ്ത്രീ ജനങ്ങൾ വളരെയധികം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ വിജയ റിസൾട്ട് വന്നതിന് ശേഷവും നിങ്ങളെല്ലാം സജീവമായി തന്നെ ആഹ്ലാദത്തിലാണെന്നറിയാം. ഇന്ന് എങ്ങനെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൻ്റെ പരിപാടിയൊക്കെ എങ്ങനെയാണ് നടത്തുന്നത്? പ്രതിജ്ഞാ ചടങ്ങിൻ്റെ പരിപാടികൾ പ്രത്യേകിച്ചായിട്ട് നമ്മളിപ്പോൾ ഇവിടെ 4 മണിക്ക് പാടൂക്കാട് ഇതിൻ്റെ ഒരു പരിപാടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യപ്രതിജ്ഞ 7:30 ആണ് അത് നടക്കുന്നത്. അതിനുശേഷം എന്താണ് പരിപാടി എന്നുള്ളത് എല്ലാവരും കൂടി ആലോചിച്ചിട്ട് ഞങ്ങൾ നടത്താനാണ് തീരുമാനം. പിന്നെ ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് ഞങ്ങളുടെ ഓരോരുത്തരുടെ മനസ്സിലും വളരെ കാലമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ പ്രത്യേകിച്ച് ഇതിൽ ലേഡീസ് അവരുടെ ഭാഗത്തു നിന്നാണ് ഇതിൽ കൂടുതൽ സപ്പോർട്ട് ഉണ്ടായിരിക്കുന്നത്. തുടർന്നും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഞാനൊരു മഹിളാ മോർച്ച പ്രവർത്തകൻ കൂടിയാണ്. അപ്പോൾ ഞങ്ങൾ മഹിളാ മോർച്ച ടീം ഇതിനെ മുൻകൈ തന്നെ എടുത്ത് ഇറങ്ങുന്നതാണെന്ന് പറയുന്നു. സന്തോഷം. ഏതായാലും രോഹിണി നേരത്തെ പറഞ്ഞതുപോലെയൊക്കെ തന്നെ വലിയൊരു ആവേശത്തിൽ തന്നെയാണ് BJP പ്രവർത്തകർ ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പേരിൽ സുരേഷ് ഗോപിയുടെ ചിത്രം വെച്ചിട്ടുള്ള നന്ദി അറിയിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, അത് ഓരോ വീടുകളിലും കയറി ഈ നന്ദി അറിയിക്കുകയും ഒപ്പം തന്നെ വിജയത്തിൻ്റെ മധുരം പകർന്നുകൊണ്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. വൈകിട്ട് ഒപ്പം പല സ്ഥലങ്ങളിലായിട്ട് ഇത്തരത്തിൽ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ കാണാനും ഒരുമിച്ച് ആഘോഷിക്കാനും അടക്കമുള്ള പരിപാടികളും ഏതായാലും BJP ആസൂത്രണം ചെയ്തിട്ടുണ്ട്. രോഹിണി. ശരി കിരൺ. 3ാം നരേന്ദ്രമോദി സർക്കാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേൽക്കുമ്പോൾ ഭാരതം വലിയ ആവേശത്തിൽ തന്നെയാണ്. കേരളം അമിതാഹ്ലാദത്തിലാണ്.